എല്ലാ കൂട്ടുകാർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പോൾ എല്ലാവരും അമ്പൂറ്റിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചോ? അപ്പോഴേ സുപ്പു അമ്പലത്തിലൊക്കെ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിനും 1000 ആരോഗ്യ സൗഖ്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ. അപ്പോഴേ സുപ്പു അനുഗ്രഹിച്ചിരിക്കുന്നു കേട്ടോ, എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോഴേ ആശീർവാദങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങിക്കോണം കേട്ടോ, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ ചെയ്യണ്ടേ? ഇന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന് നമുക്കൊരു തക്കാളി ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കേണ്ട, ബോറടിക്കത്തില്ലേ? അപ്പോൾ നമുക്കൊരു അടിപൊളി കിഴിക്കാച്ചി തക്കാളി ക്രീം ഉണ്ടാക്കി നമ്മുടെ മുഖത്തിടാം കേട്ടോ. ലൈറ്റ് ഉണ്ടോ? എനിക്ക് കണ്ണ് കാണാൻ വയ്യ കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളി ക്രീം ഉണ്ടാക്കി നമ്മുടെ മുഖത്തിടാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും അണ്ണനും കൂടെ അമ്പൂറ്റിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ആള് വരുന്നതേ ഉള്ളൂ. രാവിലെ പോയി ഞങ്ങൾ തീ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ജോലികളുണ്ടല്ലോ, അതുകൊണ്ട് രാവിലെ പോയി തൊഴുതട്ടോ വന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കാര്യം നിങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കള്ളത്തരമാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ക്രീം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാവോ? തക്കാളി ജ്യൂസ് വേണം, നമുക്ക് അരിയൊന്നും വരരുത് കേട്ടോ. തക്കാളിക്കകത്ത് തക്കാളി നീരെടുക്കണം കേട്ടോ, അരിച്ചെടുക്കണം. പിന്നെ കറ്റാർവാഴ ജെല്ലെടുക്കണം. പിന്നെ വേണ്ടത് ഗ്ലിസറിൻ വേണം. ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഞാൻ കൂടിയോ മുല്ല പിച്ചുപ്പുമൊക്കെ പൊഴിഞ്ഞു പോകുന്നു. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണം കേട്ടോ. ഇത്രയും മതി. 1 2 3 4. അപ്പോൾ 4 കൂട്ടം സംഭവങ്ങളും കൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ഈ തക്കാളി ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണിൻ്റെ തക്കാളിയുടെ നീര് എടുത്തിട്ടുള്ളൂ, ഒത്തിരി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എൻ്റെ സ്പൂൺ ഇതാട്ടോ. 1 സ്പൂണ് തക്കാളി നീര്, കുറച്ചും കൂടെ ഇടും കേട്ടോ. അതും കൂടെ അങ്ങ് എടുക്കാം അല്ലേ, ഇച്ചിരി ഇടും കേട്ടോ. എൻ്റെ സ്പൂൺ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ബാക്കിയും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എടുത്തതല്ലേ, കളയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ കേട്ടോ. 2 സ്പൂണെങ്കിൽ 2 സ്പൂണ്, അത്രയും അളവിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂണിനെ എന്തായാലും ഒരു 1.5 സ്പൂൺ, എൻ്റെ ഈ കുഞ്ഞു സ്പൂണാട്ടോ. നമുക്ക് കറ്റാർവാഴ ജെല്ലെടുക്കണം കേട്ടോ. പുതിയതാണല്ലോ നമ്മൾ, അത് നമുക്ക് 1 സ്പൂൺ എടുക്കാം കേട്ടോ. കറക്റ്റ് 1 സ്പൂൺ തന്നെ നമുക്ക് എടുക്കാം. ഞാനിതിപ്പം എല്ലാം ഓരോ സ്പൂണാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഗ്ലിസറിന് നമുക്ക് 1 സ്പൂൺ ഇടാം. ഓരോ സ്പൂൺ ഇട്ടാൽ നമുക്ക് നല്ലൊരു ഇച്ചിരി ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതേ നമ്മൾ ഗ്ലിസറിനും എടുത്തു 1 സ്പൂണ്. ഇനി നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ച് 1 മതി കേട്ടോ. 2 ഒന്നും വേണ്ട, 1 കൂടെ നമുക്ക് പൊട്ടിക്കാം. കേക്കൊക്കെ മുറിച്ചോ? കൃഷ്ണൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങളൊക്കെ കേക്കൊക്കെ മുറിച്ചോ? നമ്മുടെ വൈറ്റമിൻ ഇ ദേ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. 1 തക്കാളി ഒന്നും എടുക്കണ്ട കേട്ടോ. ഇത്രയും നീരിന് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കിയ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ഇതേപോലുള്ള ഗ്ലാസ് ജാറിനകത്ത് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തേക്കാം ഇങ്ങനെ കേട്ടോ. രാത്രിയിലോ പകലോ രാവിലെയോ രാത്രിയിലോ നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ക്രീം പരുവത്തിലാക്കി അത് എടുക്കണം കേട്ടോ. ഞാൻ അരച്ചല്ല എടുത്തത് കേട്ടോ. തക്കാളിയുടെ നീര് അല്ലാതെ നമ്മളിലെ ചിരണ്ടത്തില്ലേ, അതിനെന്തായാലും നല്ല ജോലി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അത് ചിരണ്ടി ഒരു പരുവായി. ആരുടെ അവിടെ പാത്ത് നോക്കുന്നുണ്ട്? എൻ്റെ കൂട്ടുകളെല്ലാം അടിച്ചു മാറ്റുന്നു. ആരുടെ അവിടെ ഒഴിഞ്ഞു നോക്കുന്നത്, പാത്ത് നോക്കുന്നത്? മതിലിൻ്റെ പുറത്തൂടെ എൻ്റെ ഈ ക്രീമുകളൊക്കെ ഓരോരുത്തരും അടിച്ചോട്ട് പിള്ളേരെ. ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കൂലേ, പാത്തു നിന്ന് എല്ലാം അടിച്ചോണ്ട് പോവാ കേട്ടോ. ആരുടെ അവിടെ? നീ കല്ല് ഇറക്കി വയ്ക്കാം നമുക്കില്ലേ. നിങ്ങളും എടുത്തു വെച്ചോ കേട്ടോ. നിങ്ങളും എടുത്തു വെച്ചാൽ നമുക്ക് കല്ല് ഇറക്കി എരിയണം. നമ്മുടെ കൂട്ടൊക്കെ അടിച്ചു. എൻ്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണം. അപ്പം ഇന്നലത്തെ നമ്മുടെ ഇത് ചെയ്തായിരുന്നു എല്ലാവരും. കരിമംഗല്യം ഉള്ളവരെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചെയ്തോ. ഒരുപാട് ടിപ്പുകളുണ്ട്. ഇനി സുപ്പ് പറഞ്ഞു തരാം. നമ്മൾ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി എപ്പോൾ ആ ചേച്ചിയെ കണ്ടാലും ഞാനത് പറഞ്ഞു കൊടുക്കും. കഷ്ടമായി പോയിട്ടോ, എൻ്റെ ആ ചേച്ചിക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു കൊടുക്കണം.
നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഒക്കത്തുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്ര എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ചേച്ചി ഇനി ഇവിടെ വരുവാണെങ്കിൽ ഞാനത് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ചേച്ചി ഇനി ഹെൽത്തിലെ ചേച്ചിമാരല്ലേ ആണ്ടിലൊരിക്കലൊക്കെ വരും നമ്മളെ തിരക്കി. പിന്നെ എന്നെ മിക്കവാറും വിളിക്കും. ഈ ഏരിയയിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്ന് അറിയാൻ എന്നെ വിളിക്കും ഹെൽത്തിലെ നമ്മുടെ ചേച്ചിമാർ കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നുണയും കൊതിയൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ല പിന്നെ എന്തിനാ നമ്മളിങ്ങനെ കുത്തിയിരിക്കുന്നത്? നുണയും കൊതിയൊന്നുമല്ല. ആരെങ്കിലും കൊച്ചുങ്ങൾ പ്രഗ്നൻ്റ് ആണോ, കുഞ്ഞുവാവമാരെ വന്നിട്ടുണ്ടോ, പിന്നെ എന്താണ്, പിന്നെ വേറെ എന്തെങ്കിലും പനിയോ ചുമയോ തുമ്മലോ ചീറ്റലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പ്രിയേന്ന് വിളിച്ചു പറയും. അപ്പോഴും ഞാൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ ഞാൻ വിളിച്ചു പറയും കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ അതിനകത്തൊരു അംഗമാണ്. പക്ഷെ നമ്മളൊന്നിനും പോകുന്നില്ല, ഫീൽഡിൽ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പേര് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം വിളിക്കും. നേരത്തെയൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുഞ്ഞൊരു തുക നമുക്ക് തരുമായിരുന്നു. നമ്മളെന്തായാലും ഫീൽഡ് വർക്കിനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പൈസ തരുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം പിന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. പിന്നെ ഞാനെന്തെങ്കിലും ഒഴിവുകളൊക്കെ പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടും കേട്ടോ. ഇത് നമ്മുടെ ക്രീമൊക്കെ ഇവിടെ അടിപൊളി സെറ്റായത്. ഈ ക്രീം കൊണ്ടോ എന്ത് രസം. നിങ്ങൾക്കിതിന് 2 സ്പൂണെങ്കിൽ ഞാൻ തക്കാളി നീര് 2 സ്പൂൺ എടുത്തില്ലേ? ഞാൻ തക്കാളി നീര് 1 സ്പൂൺ എടുത്തില്ലേ? അപ്പോൾ നിങ്ങളത് 2 സ്പൂൺ എടുത്തു കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ ഗ്ലാസ് ജാറിനകത്ത് നമ്മുടെ ഈ അലോവേര ജെല്ലൊക്കെ നമ്മൾ എടുക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ചെറിയ ബോട്ടിൽ ഇതൊക്കെ സൂക്ഷിക്കാൻ കിട്ടും കേട്ടോ. ചില്ല് കുപ്പികൾ ഒക്കെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ അമ്പലത്തിൽ. മുഖം കഴുകിയിട്ട് വന്നതാ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചന്ദനം ഞാൻ മാറ്റുന്നത് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നത്, അമ്പലത്തിലും പോയിട്ട് വന്നതാണ് ഞാൻ. അതുകൊണ്ട് ചന്ദനം മാറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ അമ്പലത്തിൽ പോയി ചന്ദനം ഇട്ടുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ ഞാൻ കൈയിട്ട് കാണിക്കാം. കൈയൊക്കെ ഞാൻ കഴുകിക്കൊണ്ട് വന്നിരിക്കും കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കാം. എനിക്ക് ചന്ദനം മാറ്റിയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോഴതുകൊണ്ട് നമുക്ക് ഈ കയ്യിൽ നിങ്ങൾക്ക് മുഖത്ത് ചെയ്യാം കേട്ടോ. കാണത്തില്ലല്ലോ, നിങ്ങൾക്ക് മുഖത്ത് ചെയ്തോ കേട്ടോ. ഒരു കുഴപ്പമില്ല. സുപ്പൂന് ചന്ദനം മാറ്റുന്നതിനോട് ഭയങ്കര സങ്കടം വരും കേട്ടോ. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇട്ട് തരാം. ഈ മുഖത്ത് താഴെയൊക്കെ ഇട്ട് തരാം. ചന്ദനം നമുക്ക് മാറ്റും. ഞാൻ ഇത്രയും ഭാഗം കഴിയിട്ടാണ് വന്നത് കേട്ടോ. സോപ്പിട്ട് കഴിയിട്ടാണ്. നിങ്ങളിങ്ങനെ ഉടായ്പിലെ പണിയൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ കൂട്ട് നമുക്ക് ചന്ദനം അടക്കിടക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിച്ചൊക്കെ സുപ്പൂനെ വിട്ടേക്കും. അപ്പോഴത് തുടച്ച് നീക്കുന്നതിനോട് സുപ്പൂനോട്ട് യോജിപ്പില്ല കേട്ടോ. സങ്കടം വരും. അപ്പോഴെന്തേ കയ്യിലൊക്കെ ഇട്ട് കാണിക്കാം. ഇത് നമുക്ക് രാവിലെയോ രാത്രിയിലോ നിങ്ങൾക്ക് ഇടാം കേട്ടോ. നമ്മൾ ഇത് ക്രീം ഇട്ടെന്ന് നമുക്ക് അറിയത്തതേ ഇല്ല കേട്ടോ. ചെയ്തു നോക്കണം എല്ലാവരും. എളുപ്പ പണിയാണ്. എളുപ്പം നമുക്ക് ക്രീമൊക്കെ ഉണ്ടാക്കാം. വെയിലത്തൊക്കെ പോയി നമ്മൾ എന്താ പൊടിപടലങ്ങളും ഒക്കെ ഏറ്റുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട്, അല്ലെങ്കിൽ കായലും കൈയും ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. പുറത്ത് പോയിട്ട് വരുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചാൽ മതിയെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്നത് അല്ലേ. സത്യം ഞാനങ്ങനെയാവുന്നേ. അപ്പോഴത് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങനെ കാലിലും കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിനകത്ത് അങ്ങ് ഇതങ്ങ് പിടിക്കും. നിങ്ങൾക്ക് അഥവാ കഴുകണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുകാം കേട്ടോ. പിന്നെ സോപ്പ് ഇടരുത്. മുഖത്ത് നമ്മൾ തേക്കുമ്പോൾ സോപ്പ് ഇടരുത് കേട്ടോ. നമ്മൾ അത് ക്രീം നമ്മുടെ ഇത് ഇല്ല അപ്പോഴേ നമ്മുടെ ആ സ്കിന്നുമായിട്ടങ്ങ് ഇതാവും. പിന്നെ കാറ്റടി കൊണ്ട് സന്ധ്യയ്ക്ക് നമുക്ക് പെട്ടെന്നങ്ങ് കേട്ടോ അങ്ങോട്ട് വാരി പൂശാൻ നമുക്ക് കേട്ടോ. ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. ഫ്രിഡ്ജിനകത്തൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് തേക്കാം. ഈ 1 സ്പൂണാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഇരിക്കത്തുള്ളൂ കേട്ടോ. കുറേശ്ശെ നമുക്ക് രാവിലെയും രാത്രിയിലുമായിട്ട് തേക്കുമ്പോൾ അതങ്ങ് തീരും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കൂടെ ഇതിൻ്റെ തേക്കേ ഉള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് അളവിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത്. മക്കൾക്ക് തേച്ചു. ഇപ്പം മോനാണെങ്കിൽ എന്നോട് ചോദിക്കും,
ഇന്ന് ക്രീമൊന്നും ഇല്ലേ വൈകിട്ടാകുമ്പം സ്കൂളിലൊക്കെ പോയിട്ട് വരണമെന്ന് കാണുന്നില്ല. ഞാൻ അതിന് മുമ്പ് വീഡിയോ എടുക്കത്തില്ല. അപ്പോൾ കുളിച്ചിട്ടോ കുളിക്കുന്നതിന് മുന്നൊക്കെ നമുക്ക് ഇടാവുന്ന ക്രീമുകളൊക്കെ ഞാൻ ഉണ്ടാക്കത്തില്ല. അപ്പോഴും എന്നോട് ചോദിക്കേ അമ്മ ഇന്ന് ക്രീമൊന്നും ഇല്ലേ, ഇന്ന് മുഖത്തൊന്നും തേക്കാനില്ലേ. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും കേട്ടോ. അങ്ങോട്ട് വെളുത്തു പാറിയില്ലെങ്കിലും നമ്മുടെ മുഖം ക്ലിയർ ആവും കേട്ടോ. ഞാൻ വെളുത്ത് പാറുന്നൊന്നും നമ്മൾ പറയത്തില്ല. എൻ്റെ മോൻ തന്നെ വെളുത്ത് പാറുന്നൊന്നുമില്ല കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മളെന്തിനാ അങ്ങനെയൊക്കെ കൊള്ളത്തരം പറയുന്നേ. വെളുത്ത് പാറത്തോന്നൊന്നുമില്ല, പക്ഷെ ക്ലിയർ ആവും നമ്മുടെ മുഖം കേട്ടോ. നല്ല സോഫ്റ്റും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കാറ്റ് രാവിലെ ഇവിടെ എൻ്റെ ഞാൻ കയ്യിൽ ഇട്ടിട്ട് എന്താന്ന് പുറം വേദന എടുക്കുന്ന പിള്ളേരെ അതിനാ ഈ ഞെളിവിരി കൊള്ളുന്നേ. അയ്യോ, നമ്മൾ തേച്ചിട്ടുണ്ടെന്ന് അറിയത്തതേ ഇല്ല കേട്ടോ. ഭയങ്കര പുറം വേദന ഇന്ന്. കൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ച് വിട്ടിട്ട് പിന്നെ പുറം വേദന എടുക്കുന്നത് പറഞ്ഞ് ആൾക്കേട് വരത്തില്ലേ. നന്ദന ഗോവിന്ദ നന്ദവും. ഇന്ന് അടിപൊളി ഉറിയടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ എങ്ങും ഞാൻ കേട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുക ഉറിയടിക്കാൻ. നമുക്കിവിടെ പോയി ഒന്ന് ഉറിയടിക്കാം അല്ലേ, നല്ലതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനെപ്പം തെറിച്ച് പോയെന്ന് ചോദിച്ചാൽ ഉറിയടിക്കാൻ പോകും. ഞാൻ പറഞ്ഞേ മക്കളോട് പറഞ്ഞ് അവർ ചോദിച്ചാൽ അമ്മ എങ്ങും ഇല്ലേ ഉറിയടിയത്. ഞാൻ പറഞ്ഞേ നമുക്കിവിടെ ഒരു കയറ് കെട്ടിയിട്ടൊരു സാമ്പാർ കല എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് അടിക്കാം. ഫസ്റ്റ് അടിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ഞാനിവിടെ നിന്ന് പറയും. ഇവിടെ ഒന്നും അറിയുന്നില്ല. ഉണ്ട്, അമ്പലമുണ്ട്, പക്ഷെ ഉറിയടി എവിടാന്ന് നമുക്കറിയാനും വയ്യട്ടോ. അപ്പോഴതേ നമ്മുടെ ക്രീമൊക്കെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ചു, മുഖത്തും തേച്ച് പിടിപ്പിച്ച്. അതൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. മുഖത്തൊന്നും തേച്ച് പിടിപ്പിച്ച് കാണാൻ പോലും ഇല്ല. അത്രയ്ക്ക് കിട്ടും ഐറ്റമാണ് കേട്ടോ നമ്മളുണ്ടാക്കിയത്. തക്കാളി ക്രീം സൂപ്പർ ദേ ഒന്നും അറിയാൻ ഇല്ല കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ തേച്ചത് അതങ്ങ് സ്കിന്നുമായിട്ടങ്ങ് ചേർന്ന് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെ പിച്ചപ്പും ഇഷ്ടം പോലെ ഇനി ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. ഒത്തിരി പേര് രാവിലെ കെട്ടി വെച്ചുകൊണ്ടൊക്കെ അമ്പലത്തിൽ പോയത് കേട്ടോ. പിച്ചിപ്പൂ. അപ്പോഴേ കൃഷ്ണൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കേക്കൊക്കെ മുറിക്കുമോ? കേക്കൊക്കെ മുറിക്കുന്നുണ്ടെങ്കിൽ ഒരു പീസ് സുപ്പിന് വന്നിട്ടേ കഴിക്കാം കേട്ടോ. പിന്നെന്താ ഇവിടെ ഇത് നമ്മുടെ സേമിയയുടെ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് പായസം വയ്ക്കാൻ വെച്ചില്ല ഞാൻ. വെക്കണമെന്ന് പറഞ്ഞ് പായസമൊക്കെ കുടിച്ച് മത്തായി. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് രാവിലെ ഇത് കിട്ടുമല്ലോ, എന്തുവാ ഗണപതി ഹോമത്തിൻ്റെ ഒക്കെ കിട്ടും. എല്ലാം മധുരം തിന്ന് ഷുഗർ കൂടുതലായ എന്നെ ഓടിച്ചിട്ട് അടിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് വിറയലാണ്. ഇവിടെ ഷുഗർ കൂടുമ്പോൾ നമുക്കറിയാം ശരീരം അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങും. എനിക്കങ്ങനെ കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ അങ്ങ് വിറയല കേട്ടോ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വിറയല. അപ്പോഴെനിക്കറിയാം ഷുഗർ കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ചായക്ക് മധുരം ഇടത്തില്ല, പക്ഷേ നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പായസം കുടിക്കും. ഗണപതി ഹോമത്തിൻ്റെ ഇതിനകത്തൊക്കെ മധുരം ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പഴം ഇപ്പം പേടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ക്രീം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കിടുക്കാച്ച ഒരു ക്രീമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.